ഇന്ന് ഇൻവെർട്ടറുകളില്ലാത്ത വീടുകളില്ല. നിങ്ങളുടെ ലൈറ്റും ഫാനും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം ആ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ അതിൽ പെടാത്ത ഒന്നായിരിക്കും നിങ്ങളുടെ വീട്ടിലെ മോട്ടർ. പ്രത്യേകിച്ച് അതൊരു ബോർവെൽ പമ്പാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർവെൽ പമ്പ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശക്തി ബ്രാൻഡിൻ്റെ ഇൻവെർട്ടർ പമ്പ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന, ഇൻവെർട്ടറിലെല്ലാം ഓടാൻ കപ്പാസിറ്റിയുള്ള ഒരു ഇൻബിൽറ്റ് VFD ഡ്രൈവുള്ള ഒരു ബോർവെൽ പമ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാ പമ്പ് മാനുഫാക്ചറേഴ്സും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് മാത്രം മുന്നിൽ കണ്ട് പമ്പുകൾ നിർമ്മിക്കുമ്പോൾ ശക്തി എപ്പോഴും ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെ പമ്പുകളാണ് നിർമ്മിക്കുന്നത്. അതിലൊരു എക്സാമ്പിളായി പറയാവുന്നത് ഇതിനു മുമ്പ് ശക്തി തന്നെ മാനുഫാക്ചർ ചെയ്ത ഒരു 2 വയർ പമ്പാണ്. അതായത് ഇന്ന് വരെ ഇറങ്ങിയിരിക്കുന്ന ബോർവെൽ പമ്പുകളിലെല്ലാം 3 വയർ സിസ്റ്റവും ഒരു പാനൽ ബോർഡാണ് ഉള്ളത്. അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ശക്തി ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പമ്പിൽ 2 വയറേ ഉള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയാവുന്ന ഒരു പമ്പാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഒരു ബോർവെൽ പമ്പിൽ VFD ഡ്രൈവ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റം ആദ്യമായിട്ടായിരിക്കാം. നോർമലി ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം, അതായത് ഇൻവെർട്ടറിൽ ഓടാൻ പാകത്തിന് ഇപ്പോൾ ഉള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത് DC പമ്പുകൾ നമ്മൾ ഒരു SMBS വെച്ച് AC-യിൽ നിന്ന് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കലാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. അതിൽ വരുന്നൊരു പ്രശ്നം, SMBS-ൽ നിന്ന് നിങ്ങളൊരു ബോർവെൽ പമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ബോർവെൽ വരെയുള്ള ആഴത്തിലേക്ക് ഇടുന്ന DC കേബിൾ വളരെ എക്സ്പെൻസീവാണ്. അതുകൂടാതെ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു SMBS-ഉം ഒരു മോട്ടറും വേണം. അപ്പോൾ ഈ ഒരു സിസ്റ്റം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. എന്നാൽ ഈ പമ്പിന് ആകെ 2 വയർ മാത്രം നമ്മൾ കണക്ട് ചെയ്താൽ മതി. കാര്യം ഇതിലൊരു എർത്തിങ് വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് കമ്പൽസറി അല്ല എന്നാണ് കമ്പനിയിൽ നിന്ന് വന്ന ഇൻഫർമേഷൻ. നമുക്ക് ജസ്റ്റ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് വയർ മാത്രം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് SMBS-ഓ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ലൈനിൽ നിന്ന് ഈ പമ്പ് ഓടിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മുടെ ബോർവെൽ, സാധാരണ ഒരു AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ബോർവെൽ പമ്പ് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യാത്തത്? ഒന്ന്, അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ. സാധാരണ ബോർവെല്ലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പമ്പുകളും ആവറേജ് ഇപ്പോൾ ഒരു 1 HP പമ്പ് നോക്കിയാൽ പോലും 7-8 ആംപിയറോ എടുത്തിട്ടായിരിക്കും ആ മോട്ടർ വർക്ക് ചെയ്യുക. അതിലും വലിയൊരു പ്രശ്നം വരുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് 2 ഇരട്ടി 3 ഇരട്ടി വരെ കറണ്ട് എടുത്തിട്ടാണ് ആ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതലും നമ്മുടെ ഇൻവെർട്ടർ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ സ്റ്റാർട്ടിങ് ടൈമിലാണ് ഈ ഇൻവെർട്ടർ എല്ലാം ഓവർലോഡായിട്ട് അത് ട്രിപ്പായി പോകുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഇൻവെർട്ടറിൽ ഓടുന്ന എല്ലാ പമ്പുകൾക്കും VFD ഡ്രൈവായിരിക്കും കമ്പനി കൊടുത്തിരിക്കുന്നത്. അതായത് പതിയെ ഡ്രൈവായി സ്പീഡിലേക്ക് പോകുന്നൊരു സിസ്റ്റമാണ് അതിനുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് 3 ഇഞ്ച് ഡയയിൽ വരുന്ന ഒരു 2 HP ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പാണ്. ഈ 3 ഇഞ്ച് ഡയയിൽ വരുന്ന പമ്പുകളാണ് ഇതിൻ്റെ സ്മാർട്ട് പമ്പുകൾ എന്ന് പറഞ്ഞ സീരീസിൽ വരുന്നത്. ഇതിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മാക്സിമം കൺസപ്ഷൻ 4.5 ആംപിയറും 60 മീറ്റർ ഹെഡിൽ 49 LPM-ഉമാണ് ഇതിൻ്റെ ഡിസ്ചാർജ് പറയുന്നത്. ഇത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഡിസൈനാണ്. 2 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ മോട്ടോർ സെക്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. താഴെ ഇതിൻ്റെ കൺട്രോളറും മറ്റുമുള്ള ഒരു കേസിങ്ങും, അതിന് മേലെയായിട്ട് ഒരു മോട്ടറും, അതിൽ നോർമലി നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പമ്പ് കപ്പിൾ ചെയ്തിട്ടുമാണ് ഒരു ഡിസൈൻ വരുന്നത്. സാധാരണ മോട്ടറുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ആ മോട്ടറിലില്ല. ഇതിൽ വരുന്നത് ഇതിൻ്റെ ഡ്രൈവ് ബോർഡ് മറ്റു കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ശക്തിയുടെ ഈ ഇൻവെർട്ടർ പമ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാവുന്നത് അതിൻ്റെ ഒരു വൈഡ് വോൾട്ടേജ് റേഞ്ചാണ്. 85 വോൾട്ട് മുതൽ 275 വോൾട്ട് വരെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കാവുന്ന ഒരു രീതിയിലാണ് ഈ പമ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കൂടാതെ ഈ പമ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷനുണ്ട്, ഓവർ കറണ്ട് പ്രൊട്ടക്ഷനുണ്ട്, ഡ്രൈ റൺ പ്രൊട്ടക്ഷനുണ്ട്. അതേപോലെ ഒരു പമ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷൻസും അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടെസ്റ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഹെലിക്കൽ ടൈപ്പ് ഇംപെല്ലറാണ്. അതായത് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ലോഡ് കൊടുക്കാത്ത സമയത്ത് കറണ്ട് കൺസപ്ഷൻ കുറവും, ലോഡ് കൊടുക്കുന്തോറും കറണ്ട് കൂടുതൽ എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ പമ്പിൻ്റെ ഏകദേശം വില വരുന്നത് 40,000 രൂപയുടെ അടുത്താണ് ഈ ഒരു 2 HP പമ്പിൻ്റെ വില വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ടെസ്റ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് പൈപ്പ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി പറയുന്ന പോലെ ആവറേജ് 60 മീറ്ററിൽ 49 LPM-ആണ് ഇതിൻ്റെ ഡിസ്ചാർജ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് കാഴ്ചയ്ക്ക് എത്ര വരും എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണക്ഷൻ വളരെ ഈസിയാണ്. ആദ്യം പറഞ്ഞ പോലെ ആകെ 2 വയറുകൾ മാത്രമേ കണക്ട് ചെയ്യേണ്ടതുള്ളൂ. എർത്തിങ് കൊടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ജസ്റ്റ് ന്യൂട്രലും ഫേസും മാത്രമാണ് നമ്മളിപ്പോൾ നിലവിൽ കണക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് ഇടുകയാണ്. നോർമലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഡ്രമ്മിലേക്ക് ഇടാത്തതിൻ്റെ കാരണം ഇതിൻ്റെ പമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇമേഴ്സായി കിടന്നാൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ ചെറിയ സൈഡിൽ എയർ ഹോളുകൾ കൊടുത്തേക്കുന്ന കാരണം ഇല്ലെങ്കിൽ എയർ എടുത്തിട്ട് പമ്പ് വിട്ട് ഓടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ VFD ഡ്രൈവ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പമ്പ് ഓൺ ചെയ്യാം. ഇപ്പോൾ പമ്പ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന പോലെ
മാക്സിമം ചെറിയ കറണ്ടിൽ നിന്ന് 1.2 1.3 വന്നിട്ട് സ്റ്റഡി ആയിട്ടുണ്ട്. ഇനി അത് ഡ്രൈവ് ആവാനുണ്ട്. 1.4 വന്നു, പമ്പിൻ്റെ സ്പീഡിലേക്ക് പോകുന്നുള്ളൂ. വീണ്ടും അതൊന്ന് റീസ്റ്റാർട്ടായിട്ടാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് മെക്കാനിസം വരുന്നത്. 0.7 0.8 0.9 1 ആംപിയർ. ഇപ്പോൾ ഏകദേശം 1.1 സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ സാധാരണ മോട്ടറുകൾ ഓണാകുന്ന പോലെ സ്റ്റാർട്ടിങ് കറണ്ട് അധികം ഇല്ല. ഡ്രൈവ് ചെയ്തിട്ടാണ് ആ മോട്ടർ ഓണായിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ഡിസ്ചാർജ് ഒന്ന് കാണിക്കാമോ? ഓക്കെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ലോഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വളരെ മിനിമം ആംബിയറിൽ അത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിലിപ്പോൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആംബിയർ കൂടുകയുള്ളൂ. മിനിമം ലോഡിൽ അല്ലെങ്കിൽ ലോഡ് ഇല്ലാത്തൊരവസ്ഥയിൽ അതിനാകെ 1 ആംബിയർ, അതായത് ഒരു 200-220 വാട്ട്സ് മാത്രമാണ് മാക്സിമം കൺസ്യൂം ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ലോഡ് കൊടുത്ത് ഏകദേശം ഉള്ള കറണ്ട് മാക്സിമം എത്രയിലേക്ക് പോകും, ഓരോ ഹെഡിലുള്ള ഏകദേശം ഡിസ്ചാർജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ മേത്തേക്ക് മൊത്തം വെള്ളം തെറിക്കും. അതുകൊണ്ട് എക്സ്റ്റൻഷൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓൺ ചെയ്യാമോ? അപ്പോൾ നമുക്ക് പമ്പ് ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഹെഡ് മാക്സിമം എത്ര പോകും, ഏകദേശം ഡിസ്ചാർജ് മറ്റു കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ പോലെ തന്നെയാണ്. ഡ്രൈവായി 1.2 1.3 ആംപിയറിൽ വന്ന് സ്റ്റഡി ആയിട്ട് വീണ്ടും അതിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായി ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം RPM പോയിക്കൊണ്ടിരിക്കുകയാണ്. 0.8 0.7 0.9 1 ആംപിയർ. ആദ്യത്തെ പോലെ തന്നെ സ്റ്റഡി ആയിട്ട് ഇപ്പോൾ നിലവിൽ 1 ആംപിയറിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി പയ്യെ നമുക്കതൊന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇപ്പോൾ ഏകദേശം നമ്മൾ 1 ബാർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം പറഞ്ഞ പോലെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ നീഡിലിന് ചെറിയൊരു വൈബ്രേഷൻ കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മളൊരു 10 മീറ്റർ ഹെഡ് കൊടുക്കുമ്പോൾ ഏകദേശം കൺസപ്ഷൻ വരുന്നത് 1.4 1.5 ആംപിയറാണ് അതിൻ്റെ കൺസപ്ഷൻ വരുന്നത്. ഓക്കെ. പയ്യെ നമ്മൾ ഒന്നുകൂടെ ലോഡ് ചെയ്യുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 2 ബാർ 20 മീറ്റർ ഹെഡ് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ വരുന്നത് 1.9 ആംപിയറാണ് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ വരുന്നുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ പ്രഷർ ലോഡ് ചെയ്യുകയാണ്. നമ്മളൊരു 40 മീറ്ററിൻ്റെ പ്രഷറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എടുക്കുന്ന കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആംപിയറാണ് കറണ്ട് എടുക്കുന്നുള്ളൂ. അതായത് 40 മീറ്റർ ഈ ഹെഡിലേക്ക് കൊടുത്താലും ആകെ 2.5 ആംപിയറാണ് കറണ്ട് എടുക്കുന്നുള്ളൂ. നമ്മൾ ഏകദേശം ഈ മോട്ടറിൻ്റെ റേറ്റഡ് ഹെഡ്, അതായത് ഏകദേശം 60 മീറ്ററിന് മേലെ, ഇപ്പോൾ ഒരു 65 മീറ്ററോളമാണ് ഹെഡ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വരുന്ന മാക്സിമം കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 3.6 ആംപിയറേ ഉള്ളൂ. 3.6 ആംപിയറാണ് ഇപ്പോൾ പറയുന്ന റേറ്റഡ് ഹെഡിൽ ഈ മോട്ടർ കറണ്ട് എടുക്കുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 90 മീറ്ററിൻ്റെ ഹെഡിലേക്കാണ് ഈ മോട്ടർ ഇപ്പോൾ ലോഡ് ചെയ്തേക്കുന്നത്. 9 kg പ്രഷർ, അതായത് 90 മീറ്റർ ഹെഡ്. 90 മീറ്ററിൻ്റെ റേറ്റഡ് ഹെഡൊക്കെ കഴിഞ്ഞ് ഒരുപാട് മേലെയാണ്. എങ്കിലും ഇത് 5.3 ആണ് കറണ്ട് എടുക്കുന്നത്. ഇത്രയും ലോഡിലേക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് കൺസപ്ഷൻ പ്രശ്നമില്ലെങ്കിൽ കൊടുക്കാം. ശരിക്കും സാധാരണ ഒരു പമ്പിന് 60 മീറ്റർ റേറ്റഡ് ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഒരു 80 മീറ്ററൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ഷട്ട് ഓഫ് ഹെഡായിരിക്കും. കുറച്ചുകൂടെ വേണമെങ്കിൽ ലോഡ് ചെയ്ത് നോക്കാം. നമ്മുടെ മീറ്ററിൻ്റെ റീഡിങ് കഴിഞ്ഞ് അത് അപ്പുറം പോയി. അതായത് 10 kgക്ക് മേലെ പ്രഷർ ഓൾറെഡി ലോഡായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സംവിധാനം ഇല്ല. പക്ഷേ ആ സമയത്ത് വരുന്ന കറണ്ട് കൺസപ്ഷൻ വളരെ കൂടുതലാണ്. അതായത് 11 ബാർ, അതായത് 110 മീറ്ററോളം നമുക്കത് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വരുന്ന മാക്സിമം ലോഡ് എന്ന് പറഞ്ഞാൽ 6.9 ആണ്. അപ്പോൾ ആവറേജ് ഒരു 60 70 80 മീറ്റർ റേഞ്ചിലേക്കുള്ള സൈറ്റുകളിലേക്കായിരിക്കും ഈ പമ്പ് കൂടുതലായിട്ട് യോജിക്കുക. എൺപത് മീറ്റർ വരെ വിത്തിൻ ദ റേഞ്ചാണ്. 80 മീറ്റർ 4.5, അതാണ് ഈ പമ്പിന് മാക്സിമം പറഞ്ഞിരിക്കുന്ന കറണ്ട് കൺസപ്ഷൻ. അപ്പോൾ ഒരു 80 മീറ്ററിന് മേലേക്ക് പമ്പ് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. മാക്സിമം 80 മീറ്റർ വരെ ലോഡ് ചെയ്യുക. ജസ്റ്റ് ഈ പമ്പിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ പ്രഷർ ലോഡാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഡ്രൈവായി കഴിയുമ്പോഴുള്ളൊരു
അതായത് നിങ്ങൾക്ക് മിസ്റ്റിൻ്റെ വർക്കോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ പ്രഷർ വേണ്ട വർക്കിനൊക്കെ ഇത് കറക്റ്റ് സ്യൂട്ടബിൾ ആയിരിക്കും. കാരണം ഇതിൽ ലോഡ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ബാറിന് മേലെയാണ്. ഈ ഇൻവേർട്ടർ പമ്പിൻ്റെ പ്രത്യേകതകളും എങ്ങനെയാണ് ഒരു VFD വർക്ക് ചെയ്യുക, എന്തുകൊണ്ടാണത് ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യും എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ അവർ 60 മീറ്ററാണ് അതിൻ്റെ റേറ്റഡ് ഹെഡ് പറയുന്നെങ്കിലും മാക്സിമം ഒരു 80 മീറ്ററിലേക്ക് കൊടുക്കുമ്പോൾ പോലും അവർ അതിൽ പറഞ്ഞിരിക്കുന്ന 4.5 ആമ്പിയറിൽ കൂടുതൽ കൺസപ്ഷൻ വരുന്നില്ല. അപ്പോൾ ഈസി ആയിട്ടൊരു 2-2.5 കിലോ വാട്ടിൻ്റെ ഒക്കെ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഇൻവേർട്ടറിൽ ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ എക്സ്പീരിയൻസിനായിട്ടും പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാനായിട്ടും തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്